ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പനി കുറവുണ്ട്, സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. കണ്ണൊക്കെ കുറച്ചൊക്കെ ക്ലിയറായി. ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞു. പക്ഷെ എങ്കിലും സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ കട്ടൻ ചായ ഇട്ട് കുടിക്കുകയാണ്. അരി അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്, വിറകടുപ്പിൽ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കത്തുന്നത് തന്നെ. അപ്പോൾ അരി വേകാനായിട്ടുണ്ട്. റേഷൻ അരിയാണ്. പപ്പടം കാച്ചുണ്ട്, അത് കാച്ചണം. കൂട്ടാണ്ടാക്കണം. ശ്രീലക്ഷ്മി ഇതാ ഉണർന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു കേട്ടോ. അപ്പോൾ നേരൊക്കെ വെളുത്തു. ഇപ്പോൾ കടയിൽ പോകണം, കുടിക്കണം, ഒക്കെ പണിയുണ്ട്. പിന്നെ വേറെന്താ, അപ്പം നാളെ ഉണ്ടാത്തേച്ചിൻ്റെ വീട്ടിലേക്ക് ദുഃഖം കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പനി വെച്ചുകൊണ്ട് പോകണ കാര്യമാണ്, കാരണം പോകാതിരിക്കാനും പറ്റൂല. വേറെന്തൊക്കെ, അരി പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ റേഷൻ കടയിൽ വൈകിട്ട് പോകണം. നാളെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ളതാണ്. മറ്റന്നാൾ എനിക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ആകെ നേരം നടക്കുക. ഞായറാഴ്ച ഒരു ദിവസമേ എന്തെങ്കിലും ഒരു പണിക്ക് പറ്റുള്ളൂ. ഇന്നലെ രാത്രി വെള്ളം വന്നതുകൊണ്ട് ഇന്നലെ 2 മണിയായി കടന്നപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് ഇനി ഒരു ടാങ്കിക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് മതി. പൊതുവേ ഉറക്കമില്ല, അതിൻ്റെ ബുദ്ധിമുട്ടും കൂടെ കണ്ണിൽ കാണാനുണ്ട്. ഒരു പൂച്ചയുണ്ട്, 2 കുട്ടികളെയും കൊണ്ട് നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ കുറേ അവറ്റങ്ങളെ പുറത്തേക്ക് ഇട്ട് നോക്കി, എന്ത് ചെയ്താൽ പോകണില്ല. വിഷം വെക്കാനാണെങ്കിൽ തോന്നണില്ല. നമ്മളാണെങ്കിലും മനുഷ്യന്മാരല്ലേ, അതുപോലെ ശല്യമൊന്നുമില്ല. അവരൊരു മൂലക്കിൽ കിടക്കുന്നുണ്ട്. 2 കുട്ടികളും തള്ള തീറ്റ തേടി പോവും. അപ്പോൾ പോയി നമ്മളെ മുന്നിൽ കൂടെയാണ് പോവുക. പക്ഷെ പോവുകയാണെങ്കിലും ഒരു പേടിയില്ല പൂച്ചയ്ക്ക്, കാരണം തല്ലും അല്ലെങ്കിൽ ഇറക്കിയിടും അങ്ങനത്തെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ വീട്ടിലത്തെ അംഗത്തിൻ്റെ അരി ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടത്തിൽ ഇങ്ങനെ പോകും. ഇറച്ചി മീനൊന്നും ഇവിടെ വാങ്ങിക്കില്ല, അതുകൊണ്ട് അങ്ങനത്തെ അതൊന്നുമില്ല. അങ്ങനെ കച്ചറയൊന്നുമില്ല. അപ്പോൾ ഈ മാങ്ങ താട്ടോ, ഇത് ഞാനിന്ന് അവർക്ക് തിരിച്ചു കൊടുക്കും. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, റോഡിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളാരായാലും നല്ലോണം നട്ട് വളർത്തുണ്ടാക്കണം മാവാണ് ഉണ്ടാവുന്ന മാങ്ങ. റോട്ടിലേക്ക് ആയതുകൊണ്ട് റോഡിൽ വേണം. എനിക്കത് ഇങ്ങനെ വണ്ടി കയറി പോകണ ഒരു സങ്കടം കൊണ്ട് ഞാൻ എടുത്ത് എനിക്കത് വീട്ടിൽ കൊടുന്നിട്ട് അത് തിന്നാൻ തോന്നണില്ല. വല്ലവരും മുതലല്ലേ ഞാനങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. നമ്മളതാണെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴുള്ള ആ ഒരു ഇത് എനിക്കെന്തോന്നറിയില്ല. ഈ ഒരു മാങ്ങ എടുത്തപ്പോൾ തോന്നി, ഞാൻ തിന്നിട്ടില്ല. അത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അവരെ മനസ്സോലെ അവർ വരുമ്പോൾ തിന്നണ പോലെയല്ല. പക്ഷേ എങ്കിലും മാങ്ങ അവിടെ ഉണ്ട് കേട്ടോ, കോമാങ്ങയാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഇങ്ങനെ കട്ടൻ ചായ ഇട്ടിട്ട് കുടിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇനി വൈകുന്നേരം പറ്റുമെങ്കിൽ വീഡിയോ ഉണ്ടാവില്ലെങ്കിൽ നാളെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. താങ്ക് യു.